നമസ്കാരം. നമുക്ക്, നിങ്ങൾക്ക്, ഞാനടക്കമുള്ള നമുക്ക് ഭയങ്കര സന്തോഷമായൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു, നെയ്ബേഴ്സിനെ വിളിക്കുന്നു, കൂട്ടുകാരെ ബന്ധുക്കളെ വിളിക്കുന്നു, നമ്മൾ കേക്ക് മുറിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് മുട്ടായി കൊടുക്കുന്നു, അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്നു. അപ്പോൾ അവർ നമുക്ക് ചിലപ്പോൾ ചില ഗിഫ്റ്റുകൾ തരും. ആ ഗിഫ്റ്റുകൾ നമ്മൾ റിസീവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു വരുമ്പോഴേ നമുക്കൊരു സന്തോഷം. ചിലത് നമുക്ക് ഗ്രീറ്റിംഗ് ലെറ്ററുകൾ അയച്ചു തരുന്നു. അപ്പോൾ ആ ലെറ്റർ നമ്മൾ തുറന്നാക്കുമ്പോൾ നമുക്ക് സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്നതിനെ നമുക്ക് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇപ്പോൾ ഒരു 2-3 സർക്കിളുകൾ പറയാം. ഇപ്പോൾ ബന്ധുക്കളുടെ ഒരു സർക്കിൾ, കൂട്ടുകാരുടെ ഒരു സർക്കിൾ, നെയ്ബേഴ്സിൻ്റെ ഒരു സർക്കിൾ. ഇത് 3 മാത്രം ആദ്യം ചിന്തിക്കുക. കൂടെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ ചിന്തിച്ചോ. പല പല സർക്കിളുകളുണ്ടല്ലോ. ഇപ്പോൾ ബന്ധുക്കളുടെ ഒരു സർക്കിളിൻ്റെ കാര്യം ആദ്യം പറയാം. ഇപ്പോൾ നമ്മൾ ബന്ധുക്കൾ, ഇപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ ഒരു 10-50 പേരോ 100 പേരോ ഒക്കെ ഉണ്ടാവും. 50 പേരാണ് ജനറൽ. അപ്പോൾ ആ 50 പേരുടെ ഒരു ഇമ്മീഡിയറ്റ് ബന്ധുക്കളുടെ ഒരു കൂട്ടം. ആ കൂട്ടം ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണെന്ന് കരുതുക. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് എല്ലാവരുടെയും ബർത്ത്ഡേ ഇൻഫർമേഷനുകൾക്ക് ഹാപ്പി ബർത്ത്ഡേ ഇടുന്നു. പക്ഷെ അതിന് കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് ചിന്തിച്ച് നോക്കും. ഇപ്പോൾ 50 പേരുടെ ഗ്രൂപ്പിൽ ഒരാളുടെ ബർത്ത്ഡേ ഇപ്പോൾ ജനുവരി 1-ാം തീയതി. ഇപ്പോൾ ജനുവരി 1-ാം തീയതി ഉള്ള ആൾക്ക് ബാക്കി 49 പേരും ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5 രൂപയുടെ ആവാം, 10 രൂപയുടെ ആവാം, ചിലപ്പോൾ ഒരു 5 രൂപയുടെ നോട്ട് ഒരു ഗിഫ്റ്റായിട്ട് അയക്കുന്നതാവാം, ചിലപ്പോൾ ഒരു പൂ എടുത്തൊരു കവറിനകത്തിട്ട് അത് അയക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ചെന്ന് കൊടുക്കുന്നതായിരിക്കും. അടുത്താണെങ്കിൽ ചെന്ന് കൊടുക്കും, അല്ലെങ്കിൽ അയച്ചു കൊടുക്കും. അപ്പോൾ ഈ 1-ാം തീയതി ബർത്ത്ഡേ ഉള്ള ആൾ രാവിലെ നോക്കുമ്പോൾ, ഞായറാഴ്ചയല്ലെങ്കിൽ പോസ്റ്റ് മാൻ വന്നിട്ട് ഒരു 49 ഗിഫ്റ്റ് എടുത്ത് ആളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ആൾക്ക് എത്ര സന്തോഷമാവുമെന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്. ഇങ്ങനെ ഈ 50 പേര് ചിന്തിക്കാൻ തരും. അപ്പോൾ 2-ാം തീയതി ബർത്ത്ഡേ ഉള്ളവർക്ക് ബാക്കി 49 പേര് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ നാട്ടിലായിരിക്കും. അപ്പോൾ അതേ അഡ്രസ്സ് അവിടെ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ കൂട്ടായ്മയുടെ കാര്യം. വെറുതെ ഹായ് ഹൂഹി എന്നൊക്കെ പറയാതെ. അപ്പം 365 ദിവസം, അപ്പോൾ 50 ഗിഫ്റ്റുകൾ നമുക്ക് അയക്കേണ്ടി വരും. പക്ഷെ നമ്മളുടെയും ബർത്ത്ഡേ ഒരു ദിവസമുണ്ട്, അന്ന് നമുക്ക് 50 ഗിഫ്റ്റുകൾ കിട്ടും. അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഒരു സർക്കിൾ, 50 പേരുടെ ഒരു കൂട്ടുകാരുടെ സർക്കിൾ. ഞാനെന്നൊക്കെ പറയുമ്പോൾ കുറേ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, 10-18 സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നിറയെ ഫ്രണ്ട്സ് സർക്കിളുണ്ട്. അപ്പോൾ അതുപോലെയല്ല ഞാൻ പറയുന്നത്, സാധാരണ ആൾക്കാർ 1-2-3 സ്കൂളുകളിലൊക്കെയാണ് പഠിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിൾ അതിനകത്ത് ഇങ്ങനെ. അപ്പോൾ ആ പോയിന്റ് പിടികിട്ടി എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അങ്ങനെ ഗിഫ്റ്റുകൾ നമ്മൾ കൊടുത്താൽ നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ എല്ലാവരും കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഈ തീം ഒന്ന് അവതരിപ്പിക്കുക. ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ആ ഒരു ഗിഫ്റ്റിൻ്റെ അത് ഭയങ്കര ഗിഫ്റ്റ് എന്നല്ല, ചിലപ്പോൾ അവരുടെ മനസ്സറിഞ്ഞ് ഇഷ്ടമുള്ളതായിരിക്കും കൊടുക്കുന്നത്. അതാണ് ശരി, ഇഷ്ടമുള്ളതായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് പാട്ട് കേൾക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പാട്ടുകളുടെ ഒരു ഓൺലൈൻ ഒരു പാക്കേജ് ഉണ്ട്, അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നു അന്ന് ഗിഫ്റ്റായിട്ട്. ചിലർക്ക് ഇഷ്ടം മൊബൈലായിരിക്കും. അപ്പോൾ ഒരാൾ ചിന്തിക്കുന്ന ആ ആൾക്ക് മൊബൈലൊന്ന് മേടിച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ചിലരൊരു പൂവായിരിക്കും അയച്ചു കൊടുക്കുന്നത്, ചിലരൊരു ലെറ്റർ മാത്രമായിരിക്കും അയക്കുന്നത്, ചിലരൊരു പോസ്റ്റ് കാർഡായിരിക്കും അയക്കുന്നത്. വെറുതെ നമ്മൾ മെസ്സേജ് മാത്രം ഇടാതെ കുറച്ചും കൂടെ നമ്മളൊന്ന് ഇൻവോൾവ് ചെയ്ത് നോക്കും. ഇത് നമുക്ക് എത്താൻ പറ്റില്ലെങ്കിൽ ഒരാൾ നമ്മളുടെ ഒരു ഗിഫ്റ്റ് അവിടെ കൊണ്ട് കൊടുക്കുന്നതായിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ കാരണം എന്താ ഞാൻ പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അച്ഛൻ്റെ അനിയൻ ബോംബെയിലായിരുന്നു നേരത്തെ. അപ്പോൾ ചെറുപ്പത്തിൽ ബർത്ത്ഡേ അന്ന് ഒരു ലെറ്റർ അവിടെ നിന്ന് വരും. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അതിങ്ങനെ ഓർമ്മയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇത്രയും പ്രായമായി, 35 വർഷം മുന്നത്തെ ഒരു കാര്യം. അപ്പോൾ ഇപ്പോഴും അതിങ്ങനെ ഓർമ്മയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് ഇടുന്ന പോലെയല്ല ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. ഒരു ചേട്ടൻ തൃശ്ശൂരിൽ നിന്ന് ഒരു ലെറ്റർ അയച്ച്, അപ്പോൾ അത് ഇപ്പോഴും മനസ്സിലിങ്ങനെ ഓർമ്മ നിൽക്കുകയാണ്. ആ ചേട്ടൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എപ്പോഴും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊരു ഫീലാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്തു വയ്ക്കുക. കൊച്ചുകുട്ടികൾക്കായാലും അവരുടെ ഇതിൽ നമ്മളങ്ങനെ ചെയ്തു വയ്ക്കുമ്പോൾ അവർക്ക് സംബന്ധിച്ച് ഇങ്ങനെയാണോ ഇത്രയും ഇതിലിങ്ങനെ വന്നു. ഇതായത് സന്തോഷത്തിന് നമുക്ക് വർദ്ധിപ്പിക്കാനുള്ളൊരു കാര്യം നമ്മൾ കൊടുക്കുക, നമുക്ക് റിസീവ് ചെയ്യുക. ആ രീതിയിൽ ഈ ഗ്രൂപ്പുകളിൽ നിങ്ങളത് ചെയ്ത് നോക്കുക, നല്ല രസമായിരിക്കും. അല്ലാതെ തന്നെ പാർട്ടി നടത്തുമ്പോൾ അവിടെയൊക്കെ ഗിഫ്റ്റുകൾ ഇതൊക്കെ കിട്ടും. ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട്, വാങ്ങിക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇതൊക്കെ ഓക്കെ, ഞാൻ പറഞ്ഞാൽ എല്ലാവരും ചെയ്യണമെന്നല്ല, അല്ലാത്തവർക്ക് അത് ചെയ്യാം. പക്ഷെ അതൊരു നല്ല കാര്യമാണ്, ഒരു രസമാണ്. അങ്ങനെ സന്തോഷത്തിന് മൾട്ടിപ്ലൈ ആവും. നമ്മളെന്താണ് നമ്മളെ പറ്റി അവർ
ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, നമ്മൾ അവരെ പറ്റി എന്ത് ചിന്തിച്ച് വെച്ചിരിക്കുന്നു, ഇതെല്ലാം നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. ഓക്കെ.